സൂപ്പർ മാർക്കറ്റിൽ ബ്രക്കോളി വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ 2 സമയം ബ്രക്കോളി അവിടെ ഉണ്ടായിട്ടില്ല. എന്താ സംഭവം, എല്ലാവർക്കും ബ്രക്കോളി മാത്രം മതി. ആ സെക്ഷൻ മൊത്തത്തിൽ അങ്ങ് കാലിയായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ നോക്കുമ്പോൾ 3 ബ്രക്കോളി എന്നെ നോക്കി തന്നെ ചിരിക്കുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരെണ്ണത്തിന് മാത്രം നമുക്ക് വീട്ടിലേക്ക് വെക്കാം, കാരണം 3 എണ്ണം വാങ്ങാനുള്ള കാശൊന്നും നമ്മളെ കയ്യിലില്ല. ബ്രക്കോളി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീട്ടിൽ കുറേ തിന്നാനുണ്ടായിന്. അത് നോക്കുമ്പോൾ നമുക്ക് ബ്രക്കോളി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ ഉണ്ടാക്കിയാൽ ആ ദിവസം കുറേ തിന്നാനുണ്ടാവും. കുറേ തിന്നാനുണ്ടായാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ നച്ചക്കണ്ണിയും ദരിദ്രമായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. അന്നേരത്ത് അട്ട നോക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പിറ്റേന്നേക്കിത് മാറ്റി വെക്കാം. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു റെസിപ്പി. ഈ റെസിപ്പിയുടെ ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫാദർ പറഞ്ഞു തന്നതാണ്. പുള്ളിക്കാരൻ നാട്ടിൽ വന്ന സമയത്ത് ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു റെസിപ്പി. അച്ഛൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പലരും പറയുന്നത് കേൾക്കാറുണ്ട് ബ്രക്കോളിക്ക് പച്ചച്ചോയുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ഈ മുട്ട പൊട്ടിയതൊന്ന് നോക്കിയേ, ഇത് കാണുമ്പോൾ ഒരു മരം പോലെയില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, മരം പോലെ തന്നെയുണ്ട്. എന്തായാലും ഇതെടുക്കാൻ നോക്കുന്ന സമയത്ത് സംഭവം പൊട്ടിപ്പോയി. അതായത് നമ്മളെ മരം പൊട്ടിപ്പോയി. ഇനി ഇത് എങ്ങനെയെങ്കിലും എടുക്കണം. അതിൻ്റെ തത്രപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിന്. എന്തായാലും മറിച്ചിട്ടു ഞാൻ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, പ്ലേറ്റിംഗ് ആണ്. ഒരു പ്ലേറ്റ് എടുക്കുക, നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ തട്ടി കൊടുക്കുക. റെസിപ്പി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ ബൈ.